ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ കറണ്ട് ബില്ലിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ആറ്റംബർഗിൻ്റെ ഒരു സീലിംഗ് ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡെലിവറി ഏജൻറ്റ് തന്നെയാണ് ഇത് പൊട്ടിച്ച് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പാർട്സുകളോ മറ്റോ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാനിനെ ഇവിടെ വെച്ച് തന്നെ അത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ അതിൻ്റെ ആ ഒരു ബോക്സ് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല പാക്കിങ്ങും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫാൻ ആറ്റംബർഗിൻ്റെ അമേസ എന്ന് പറയുന്ന ഒരു മോഡൽ ബേസ് മോഡൽ ഫാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റിമോട്ട്, അതുപോലെ 2 ബാറ്ററി, അതിൻ്റെ കെനോപ്പീസും, അതുപോലെ അതിൻ്റെ ആ ഒരു വാറണ്ടി കാർഡും, പിന്നെ ആ ഒരു ഡൗൺ റോഡും കാര്യങ്ങളും എല്ലാം ഈ ഒരു പാക്കറ്റിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ മിസ്സായിട്ടില്ല. അതുപോലെ ഷാക്കിൾ സെറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാൻ ഓർഡർ ചെയ്യാൻ കാരണം കറണ്ട് ബില്ല് തന്നെയാണ്. അതെന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു റൂമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മോഡൽ ഒരു ഇൻഡക്ഷൻ സീലിംഗ് ഫാനാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഏകദേശം ഒരു 9 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫാനാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിൽ സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ ഉപയോഗവും നല്ല രീതിയിൽ കൂടി വന്നിട്ടുണ്ട്. കാരണം ചൂട് കൂടുതലായിരിക്കും. സീലിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടായിരിക്കും റൂമിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാൻ 24 മണിക്കൂറും ഓടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. സാധ്യതയല്ല, കറണ്ട് ബില്ല് സ്വാഭാവികമായിട്ടും കൂടും. കാരണം ഇത് അധികം പഴക്കമുള്ളൊരു ഫാനാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാൻ എടുക്കുന്ന കറണ്ടിനെ നമ്മൾ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ഫാൻ ഇപ്പോൾ ഫുൾ സ്പീഡിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് 0.4 ആംപിയർ കറണ്ടാണ് എടുക്കുന്നത്. അതായത് 400 മില്ലി ആംപിയർ കറണ്ടാണ് ആ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 400 മില്ലി ആംപിയർ കറണ്ട് ഒരു ഫുൾ ടൈം റൺ ചെയ്യുന്ന ഒരു ഫാൻ എടുക്കുമ്പോൾ എന്തുമാത്രം കറണ്ടാണ് ആ ഒരു വീട്ടിൽ ഉപയോഗത്തിൽ വരുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ റെഗുലേറ്റർ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുമ്പോൾ റെഗുലേറ്റർ ഫുൾ സ്പീഡിലാണെങ്കിലും അതുപോലെ 1ലോ 2ലോ 3ലോ ഇട്ടാൽ തന്നെയും ഈ ഒരു 400 മില്ലി ആംപിയർ കറണ്ട് തന്നെയാണ് നമ്മുടെ നോർമൽ ഇൻഡക്ഷൻ ഫാൻ എടുക്കുന്നത്. പുതിയൊരു ഇൻഡക്ഷൻ ഫാനാണെന്നുണ്ടെങ്കിൽ ഒരു 300-320 റേഞ്ചിലൊക്കെ മാക്സിമം കറണ്ട് എടുക്കത്തുള്ളൂ. ഇത് അധികം പഴക്കമുള്ളത് കൊണ്ടാണ് ഈ ഒരു 400 മില്ലി ആംപിയർ റേഞ്ച് വരെ അത് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പുതിയ ഫാനിനെ അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. ആറ്റംബർഗിൻ്റെ ഈ അമേസ എന്ന് പറയുന്ന മോഡൽ ഒരു ബേസ് മോഡൽ ഫാനാണ്. ഇതിനകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സെൻറ്ററിൽ ചെറിയൊരു LED മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ആ ഒരു റിമോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് റിമോട്ട് ആക്സസ് ആവുന്നുണ്ട് അറിയാനായിട്ട് ഒരു ചെറിയൊരു LED ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ബേസ് മോഡൽ ഫാനാണ്. ഏകദേശം ഒരു 2450-2500 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ നമുക്ക് ആ ഒരു ലീഫും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ ഒരു പഴയ ഫാൻ ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു പുതിയ ഫാൻ അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫുൾ സ്പീഡിലിട്ടിട്ട് എത്രമാത്രം കറണ്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. VLDC ഫാനുകളെല്ലാം 5 സ്റ്റാർ റേറ്റിങ്ങിലാണ് വരുന്നത്. അത് ആറ്റംബർഗിൻ്റെ എന്നല്ല, എല്ലാ ബ്രാൻഡുകളുടെയും ഫാൻ 5 സ്റ്റാർ റേറ്റിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 28 വാട്ട് മുതൽ 35 വാട്ട് വരെയാണ്. അത് പല കമ്പനികൾക്കും മാറി മാറി വരും. അപ്പോൾ ആ ഒരു ഫാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പഴയ ആ ഒരു റെഗുലേറ്റർ കൂടി സപ്ലൈയിൽ നിന്ന് മാറ്റിയിട്ട് സപ്ലൈ ഡയറക്റ്റ് ഫാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. VLDC ഫാൻ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും റെഗുലേറ്റർ ത്രൂ സപ്ലൈ കൊടുക്കരുത്. ഡയറക്റ്റ് ഫാനിലേക്കാണ് സപ്ലൈ കൊടുക്കേണ്ടുന്നത്. ആ ഒരു പഴയ ഫാൻ നമ്മൾ ഇളക്കി മാറ്റിയിട്ട് പുതിയ ഫാൻ ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുൾ സ്പീഡിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ആ ഒരു എത്ര ആംപിയർ കറണ്ട് ഇത് എടുക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫാനിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തതിന് ശേഷം റിമോട്ടിൽ നമ്മൾ ബൂസ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഫാനിൻ്റെ മാക്സിമം സ്പീഡ്. അതിനുശേഷം ഫാനിലേക്ക് പോകുന്ന സപ്ലൈ വയറിൽ നമ്മൾ ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ 00 എന്നാണ് കാണിക്കുന്നത്. അതായത് 100 മില്ലി ആംപിയറിലും താഴെ മാത്രമേ ഈ ഒരു ഫാൻ കറണ്ട് എടുക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പഴയ ഫാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 400 മില്ലി ആംപിയർ ആയിരുന്നു. ഈ ഒരു ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് പോലും 100 മില്ലി ആംപിയറിൽ താഴെ മാത്രമേ സപ്ലൈ എടുക്കുന്നുള്ളൂ. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു ചൂട് സമയമൊക്കെ ആകുമ്പോൾ കറണ്ട് ബില്ല് ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹാളിലോ ഒക്കെ ഇതുപോലെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീലിംഗ് ഫാൻ്റെ കറണ്ട് കൺസപ്ഷൻ എത്രയാണെന്ന് ഇതുപോലെ ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് പഴക്കമുള്ള ഫാനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നോക്കേണ്ട കാര്യം പോലും വരുന്നില്ല. ആ ഒരു ഫാനിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഫാനിനെ ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഒരു VLDC ഫാൻ വാങ്ങി ഇട്ടതിന് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ കറണ്ട് ബില്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫാൻ ഇട്ടതിന് ശേഷം കറണ്ട് ബില്ലിൽ വന്ന വ്യത്യാസം.
അതെന്തായാലും പഴയ ബില്ലിനേക്കാളും കുറവായിരിക്കും. ഒരു 2-4 മാസത്തിന് ശേഷമുള്ള ബില്ലുകളിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുറവ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ BLDC ഫാൻ ഉപയോഗിച്ചിട്ട് കറണ്ട് ബില്ലിൽ നല്ലൊരു വ്യത്യാസം കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്